ഹലോ ഓൾ, നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ടിലെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡൽസിൻ്റെ അവിടെയാണ് ഫിനിഷാക്കി നിർത്തിയത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു സീരീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇനി എന്ത് വേണം? നമുക്ക് ഒരു റൗട്ട്സ് ഫോൾഡർ വേണം. ഞാനിപ്പോൾ ബേസിക്കലി റൗട്ട്സ് ഫോൾഡർ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം റൗട്ട്സിൽ വിളിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് റൗട്ട്സ് ഫോൾഡർ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് auth.js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഞാനൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫയലിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ ലോഗിനും രജിസ്റ്റർ കാര്യങ്ങളൊക്കെ വരേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ JWT ടോക്കൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു മിഡിൽ വെയറിൻ്റെ സെക്ഷൻ കൂടി വേണം. സോ ഞാൻ അതിൻ്റെ ഒരു ഫോൾഡർ കൂടിയും ക്രിയേറ്റ് ചെയ്യട്ടെ, മിഡിൽ വെയർ. ഓക്കെ, അതിൻ്റെ ഉള്ളിലും ഞാനിവിടെ auth.js എന്ന് കൊടുക്കുന്നുണ്ട്. or let's do one thing. നമുക്ക് ആദ്യം വേണമെങ്കിൽ auth.js തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് നമ്മുടെ JWTനെ ആദ്യം റിക്വയർ ചെയ്യണം. സോ ഞാൻ JWT റിക്വയർ, അതിൻ്റെ ഉള്ളിൽ JSON Web Token എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് .envനെ വിളിക്കാനായിട്ടുണ്ട്. const.env assign require .env .env.config കൊടുക്കുന്നു. .env.config. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്കൊരു ഫംഗ്ഷൻ്റെ പേര് വെരിഫൈ ടോക്കൺ എന്ന് കൊടുക്കാം. ഓർ ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് module.export ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് മൊഡ്യൂൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ മാത്രം എങ്ങനെയാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. module.export സെയിം ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്വസ്റ്റ് response.next എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാണെങ്കിൽ നമുക്ക് ഈ മിഡിൽ വെയറിന് ശേഷം അടുത്ത മിഡിൽ വെയറിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. റിക്വസ്റ്റ് റെസ്പോൺസ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഇനി const auth header assign request.header എന്ന് കൊടുക്കുന്നുണ്ട്. request.header, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓതറൈസേഷൻ എന്ന് കൊടുക്കുക. ഓതറൈസേഷൻ. ഓക്കെ, ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ റിക്വസ്റ്റിൻ്റെ ഹെഡറിൽ നിന്ന് ഓതറൈസേഷൻ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഹെഡറിൽ അത് സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹെഡറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടോക്കൺ എന്തെങ്കിലുമൊക്കെ വാല്യൂ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ആ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം. ആൻഡ് നമുക്ക് വേറൊരു രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സെയിം തിങ്. ഓക്കെ, എന്നിട്ട് ഇഫ് നോട്ട് കൊടുക്കാം എന്ന് വയ്ക്കുകയാണെങ്കിൽ ഹെഡർ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹെഡർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. സോ it would be like this: return rest.status 401. 401 ആണ് നമ്മൾ ബേസിക്കലി ഓതറൈസേഷൻ ഹെററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് 401. .json എന്ന് കൊടുക്കുന്നുണ്ട്. JSOൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. or let's give an error itself. ഓക്കെ, error എന്നത് ഞാൻ കൊടുക്കുന്നുണ്ട്. no token found. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓതറൈസേഷൻ ഫെയിൽഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിൻ്റെ കഴിവാണ് എങ്ങനെ നമുക്ക് മെസ്സേജസൊക്കെ റിട്ടേൺ ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ auth ഹെഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോക്കണിൻ്റെ ഉള്ളിൽ auth ഹെഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ വേണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം const token assign എന്ത് ചെയ്യണം? നമ്മൾ ഈ auth ഹെഡർ ഇങ്ങനെ ആയിരിക്കും വരിക. നമുക്ക് ബെയർ ടോക്കൺ ആയിട്ടായിരിക്കും വരിക. ജസ്റ്റ് ലൈക്ക് ദിസ്, ബെയർ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടോക്കൺ മാത്രം മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കോൺസ്റ്റ് ടോക്കൻ്റെ അവിടെ നമ്മൾ ആദ്യം auth ഹെഡറിനെ വിളിക്കാം. auth ഹെഡർ കൊടുത്തിട്ട് .split കൊടുക്കുന്നു. കാരണം നമുക്ക് ബെയറർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, അതിന് ശേഷമാണ് ടോക്കൺ വരുന്നത്. സോ സ്പ്ലിറ്റ് ഒരു സ്പേസ്. ഓക്കെ, അതിന് ശേഷം ടോക്കൺ എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുള്ള ഫസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടണം.
ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ഇനി സെയിം നമുക്ക് വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം, ടോക്കൺ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത്. ഇഫ് നോട്ട് ടോക്കൺ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, 401 എറർ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. റിട്ടേൺ rest.status 401 401 ഞാൻ സെയിം JSON മെസ്സേജാണ് കൊടുത്ത് ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോക്കൺ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിൽ വിളിക്കാം. ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ തന്നെ ഇട്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ എറർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും 401 കാണിക്കും. കാരണം ഇതൊരു ഒതൻറ്റിക്കേഷൻ മിഡിൽവെയർ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ rest.status അതിനുള്ളിൽ ഞാൻ 401 കൊടുത്തിട്ടുണ്ട്. മെസ്സേജിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മീനിങ്ഫുൾ മെസ്സേജ് എറർ മെസ്സേജ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എറർ ഓക്കെ. ബേസിക്കലി നമ്മളൊരു കാര്യം വിട്ടുപോയി, JSON ആണത്. ഓക്കെ. എററിനുള്ളിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ടോക്കൺ ഈസ് ഇൻവാലിഡ് എന്ന് കൊടുക്കാം. ടോക്കൺ ഈസ് ഇൻവാലിഡ്, മേ ബി ടോക്കൺ ഇൻവാലിഡ് ആവും. സോ എന്തോ ഒരു എറർ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ. ബേസിക്കലി ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതേപോലെ എന്താ പറയുക, കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാം. സോ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ട്രൈയിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ JWT ടോക്കൺ വേരിഫൈ ചെയ്യണം. സോ ഞാൻ കോൺസ്റ്റൻറ്റ് ഡീകോഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കൊടുത്തു, അല്ലെങ്കിൽ വെരിഫൈ ഒരു വേരിയബിളിനുള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് JWT.verify എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. സോ JWT.verify കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് കിട്ടിയ ഈ ടോക്കൺ പാസ് ചെയ്യണം. സോ ടോക്കൺ കോമ, ഇനി നമുക്കൊരു JWT സീക്രട്ട് ഉണ്ടായിരിക്കും. സോ നമ്മൾ .env യൂസ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്കത് എന്ത് ചെയ്യാം, process.env.jwt_secret എന്ന് പറഞ്ഞൊരു ഫയലിലാണ് ഞാൻ സേവ് ചെയ്തത് എന്ന് വെക്കുക. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, request.user, ഇപ്പോൾ സൈൻഡ് ആയിട്ടുള്ള യൂസറിൽ നിന്ന് നമുക്ക് ഡീകോഡഡ് യൂസർ സേവ് ചെയ്യാം. സോ decoded.user അതിനുശേഷം നെക്സ്റ്റ്. ഓക്കെ, നിങ്ങളെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ അയാളുടെ ID എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ whatever. ഓക്കെ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇതൊരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഒത്തൻറ്റിക്കേഷൻ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവിടെ ഒരു .env പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു JWT സീക്രട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. whatever, നിങ്ങൾക്ക് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ഞാനൊരു കുറച്ച് റാൻഡമായിട്ടുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൗട്ട്സിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം നമുക്കിവിടെ Node.js ക്രിയേറ്റ് ചെയ്യാം. സോ ബേസിക്കലി മിഡിൽ വെയറിൽ നമ്മളെല്ലാം ചെയ്തില്ലേ. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടോക്കൺ എടുത്തു, ശേഷം വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് മിഡിൽ വെയർ. ഓക്കെ. സോ എവറിത്തിങ് കൂൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിനായിട്ടുള്ള രജിസ്റ്ററും അതേപോലെ തന്നെ ലോഗിനും ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എക്സ്പ്രസ് നമുക്ക് വിളിക്കാനായിട്ടുണ്ട്. സോ ഇനി നമുക്ക് bcrypt എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പാക്കേജ് വിളിക്കാം. സോ bcrypt.js ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ്. സോ റിക്വയർ എന്ന് കൊടുക്കാം, bcrypt.js എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി JWT നമുക്ക് വേണം, JWT ടോക്കൺ. സോ റിക്വയർ JSON Web Token. ഇനി നമുക്ക് നമ്മുടെ മോഡൽ. സോ ഞാനവിടെ കോൺസ്റ്റ് യൂസർ അസൈൻ റിക്വയർ റിക്വയറിനുള്ള നമ്മൾ മോഡൽസിൽ പോകുന്നു. മോഡൽസിൽ നിന്ന് നമ്മൾ യൂസറിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ,
ഇനി നമുക്ക് .env കൂടി വേണം. സോ കോൺസ്റ്റ് .env assign require .env. ഓക്കെ, ഇനി .env.config ചെയ്യണം. സോ .env.config. ഓക്കെ, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൗട്ടറിനെ വിളിക്കാം. സോ കോൺസ്റ്റ് റൗട്ടർ assign express.router. ഓക്കെ, ഇനി നമുക്ക് രജിസ്റ്ററിൻ്റെയാണ് വേണ്ടത്. സോ നമുക്ക് router.post ഒരു പോസ്റ്റ് റിക്വസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ /register എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു async ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ അസിങ്കിൻ്റെ ഉള്ളിൽ request.response. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മോഡൽസിൽ സ്പെസിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇമെയിൽ, പാസ്വേഡ്, നെയിം. സോ നമുക്ക് എന്തൊക്കെ വേണം? നെയിം വേണം, ഇമെയിൽ വേണം, അതേപോലെ തന്നെ നമുക്ക് പാസ്വേഡും വേണം. ഇതൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് ബോഡിയിൽ നിന്നായിരിക്കും. സോ request.body. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് വിളിക്കാം. സോ ഇതിനുള്ളിൽ ക്യാച്ചിനുള്ളിൽ എറർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരു എറർ മെസ്സേജ് കാണിക്കണം. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 500 എറർ കൊടുക്കാം. console.logനുള്ള ഫസ്റ്റ് ഞാൻ ഇവിടെ internal server error or registration field കൊടുക്കാം. ഓർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ് തന്നെ ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? rest.status 500 അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു JSON മെസ്സേജ് കൊടുക്കാം. എറർ മെസ്സേജ് message. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രൈൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂസറിനുള്ളിൽ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ, ഈ യൂസർ അല്ല കേട്ടോ, ഒരു ക്യാപിറ്റൽ യൂസറാണ്. സോ എന്ത് ചെയ്യണമെന്ന് വയ്ക്കാൻ നമുക്ക് ആദ്യം ഇതേപോലത്തെ ഏതെങ്കിലും യൂസർ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലോ പാസ്വേഡ് അനുസരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇമെയിൽ നമുക്ക് യൂണിക്കായിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ abc@gmail.com വന്നിട്ടുണ്ട്, വീണ്ടും abc@gmail.com ആണ് രജിസ്ട്രേഷനിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം എന്താണ്? യൂസർ ഓൾറെഡി ലോഗിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യും? യൂസർ = await-ൻ്റെ ഉള്ളിൽ user.find1 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇമെയിൽ കൊടുക്കണം. സോ ഞാൻ നമ്മുടെ ഇമെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. എന്താണ്? user.find1 കറക്റ്റ് ആണല്ലോ. ഓക്കെ, await-ൻ്റെ സ്പെല്ലിംഗ് 85 അതാണ് await. ഓക്കെ, ഇനിയിപ്പോൾ യൂസറാണ് എന്നുണ്ടെങ്കിൽ എന്നൊക്കെയാണെങ്കിൽ ഇത് കറക്റ്റ് ഇതേപോലെ ഒരു ഇമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു എറർ മെസ്സേജ് കാണിക്കണം. സോ ഇഫ് യൂസറാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് റിട്ടേൺ ചെയ്യാം. എന്താ? റിട്ടേൺ status let it be 400. എന്നിട്ട് യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ളത് നമുക്കൊരു JSON മെസ്സേജിൽ കൊടുക്കുക. സോ എറർ യൂസർ ഓൾറെഡി എക്സിസ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച്, കാരണം നമ്മൾ ഓൾറെഡി റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ യൂസറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ യൂസറിനെ സേവ് ചെയ്യണം. സോ ലെറ്റ്സ് ഡു വൺ തിങ്. എന്താണ്? നമുക്ക് യൂസർ assign ന്യൂ യൂസർ. ഈ യൂസർ ഏതാണ്? നമ്മുടെ MongoDBയുടെ. ഓക്കെ, ന്യൂ യൂസർ. ഇനി ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാം. നെയിം, അതേപോലെ തന്നെ ഇമെയിൽ, ദെൻ വി നീഡ് പാസ്വേഡ്. ഓക്കെ, യെസ്, നെയിം, ഇമെയിൽ, പാസ്വേഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്വേഡിൽ നമുക്ക് എന്ത് ചെയ്യണം? പാസ്വേഡ് ഹാഷ് ചെയ്ത് വെക്കണം സെക്യൂരിറ്റി പർപ്പസിന്. സോ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു
നമുക്ക് ആദ്യം ഒരു സോൾട്ട് ക്രിയേറ്റ് ചെയ്യാം. സോൾട്ട്, അതിനാണ് നമ്മൾ ബിക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവൈറ്റിനുള്ളിൽ എന്ത് ചെയ്യാം, ബിക്രിപ്റ്റ് ഡോട്ട് ജെൻ സോൾട്ട് എന്ന് കൊടുക്കാം. എന്നിരിക്കുകയാണെങ്കിൽ ജനറേറ്റ് സോൾട്ട് എന്നുള്ളതാണ്. സോൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ഞാൻ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്, വാട്ട് എവർ യു ലൈക്ക്. ഇനി നമുക്ക് യൂസർ ഡോട്ട് പാസ്വേഡ്. ഓക്കെ, ഈ പാസ്വേഡ് യൂസർ ഡോട്ട് പാസ്വേഡ് എന്തെങ്കിലും നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡിൽ നമുക്ക് വീണ്ടും ആ വീട്ടിൽ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ബിക്രിപ്റ്റ് ഡോട്ട് ഹാഷിനുള്ളിൽ എന്ത് ചെയ്യുക, പാസ്വേഡ് സോൾട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, യെസ്. സോ അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസറിനെ സേവ് ചെയ്യാം. സോ വെയിറ്റ് യൂസർ ഡോട്ട് സേവ്. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ റെസ്റ്റ് ഡോട്ട് rest dot 201 as a user is created dot JSON ഉള്ളിൽ നമുക്കൊരു JSON receipt കൊടുക്കാം. that is user successfully registered എന്നോടത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് സ്പെല്ലിംഗ് ആയിട്ടാണ്, രജിസ്റ്റേർഡ്. ഓക്കെ, ഇവിടെ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല, റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ്. ഓക്കെ, യെസ്.